എൻ്റെ പേര് ഫാദർ ജോർജ് മുത്തോലിൽ, ഒരു ജെസ്വിറ്റ് സഭാംഗമാണ്. ഇപ്പോൾ റോമിൽ ഞാൻ ജനറൽ അച്ഛൻ്റെ കൗൺസിലേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ്. നമ്മൾ ഒരു പുതിയ പാപ്പായെ നമുക്ക് ലഭിച്ചു, ലിയോ 14. എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയ വാട്സാപ്പ് മെസ്സേജിൽ 8-10 എണ്ണം, അയ്യോ ജോർജറ്റിനെ പോലെ ഇരിക്കുന്നല്ലോ പുതിയ പാപ്പ. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, എനിക്ക് പാപ്പ ആകാൻ പറ്റില്ല, പക്ഷേ പാപ്പായെ പോലെയെങ്കിലും ആകാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്ദേശം ഞാൻ തിരിച്ചയക്കുകയും ചെയ്തു. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എൻ്റെ തന്നെ സഭാംഗമായിരുന്ന ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ കാൽപ്പടികൾ തന്നെ പിന്തുടരുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പാപ്പ വന്നു എന്നുള്ളത് ദൈവനിയോഗമായിട്ട് എടുക്കാൻ, അതിരുകളിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരു പാപ്പ, ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നൊരു പാപ്പ, ഒപ്പം നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാപ്പ. ലിയോ 14 പെറുവിലാണ് ജോലി ചെയ്തത്. അമേരിക്കയിൽ ജനിച്ചെങ്കിലും പെറുവിൽ ജോലി ചെയ്യാനായിട്ടും പെറുവിൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ കൂടി, വേദനിക്കുന്നവരുടെ കൂടുതൽ, അരികുവൽക്കപ്പെട്ടവരുടെ കൂടുതൽ ജീവിക്കുന്ന ഒരു പാപ്പയാണ്. അതെനിക്ക് വലിയ പ്രത്യാശ തരുന്നു. കാരണം സഭയെ അധികാരവർഗത്തിൻ്റെയും അധികാരഭ്രമത്തിൻ്റെയും അല്ലെങ്കിൽ ക്ലെറിക്കലിസത്തിൻ്റെയും ഒരു ഗ്രൂപ്പായിട്ട് കാണാതെ സേവനം ചെയ്യുന്ന, മുറിവേൽക്കുന്ന, ആടിൻ്റെ മണമുള്ള, അതിരുകളിൽ നിരന്തരം പോകുന്ന, സ്ത്രീജനങ്ങളുടെ കാല് കഴുകുന്ന, മത ഐക്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന, നിരന്തരമായിട്ട് യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാപ്പയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിറയെ സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. എവിടെയോ ഉള്ളിൽ നമ്മൾ ഒരു പേടിയുണ്ടായിരുന്നു, എങ്ങനെയുള്ളൊരു പാപ്പ തിരിച്ചു വരും. ഫ്രാൻസിസ് പാപ്പ തുടങ്ങി വെച്ച വിപ്ലവാത്മകരമായ മാറ്റങ്ങൾക്ക് അത് തുടരുമെന്നുള്ള ആ ഒരു ഉറപ്പാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. ഷാലോം പ്രേക്ഷകർക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ, ആശംസകൾ. അതേപോലെ തന്നെ ഒരു അപേക്ഷ കൂടിയുണ്ട്. ലിയോ 14 പിതാവ് എങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ വഴി പിന്തുടരുന്നു, അതേപോലെ നമുക്കും പിന്തുടരാം. എല്ലാം നന്മയിലേക്ക് നയിക്കട്ടെ. ഈശ്വരൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.